ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റാങ്ക് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഒരു റിവിഷൻ ക്ലാസ്സാണ്. നമ്മൾ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റേതായിട്ടുള്ള റിവിഷൻ ക്ലാസ്സാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടതിന് ശേഷം ഈ റിവിഷനിൽ നിങ്ങൾ പങ്കെടുക്കുക. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ PDF നോട്ട് റാങ്ക് ഫയലിൻ്റെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. എങ്കിൽ നമുക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം. കോ എൻസൈമുകൾ എന്ന് അറിയപ്പെടുന്നത് വിറ്റാമിനുകൾ. കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്നത് വിറ്റാമിനുകൾ. വിറ്റാമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫങ്ക്. വിറ്റാമിൻ എന്ന പേര് നൽകിയത് കാസിമർ ഫങ്ക്. ആകെ എത്ര വിറ്റാമിനുകളാണ് ഉള്ളത്? 13. ആകെ എത്ര വിറ്റാമിനുകൾ ആണ് ഉള്ളത്? 13. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വിറ്റാമിൻ ബി, സി. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ ബി, സി. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ, ഡി, ഇ, കെ. നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B3. നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B3. കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ. കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ. കരളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ. കരളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ. ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് മുതിർന്നവരിൽ നിശാന്തതയും കുട്ടികളിൽ സിറോഫ്താൽമിയയും കാണപ്പെടുന്നത്? വിറ്റാമിൻ എ. ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് മുതിർന്നവരിൽ നിശാന്തതയും കുട്ടികളിൽ സിറോഫ്താൽമിയയും കാണപ്പെടുന്നത്? വിറ്റാമിൻ എ. വിറ്റാമിൻ എ ശരീരത്തിലെത്തുന്നത് ഏത് രൂപത്തിലാണ്? ബീറ്റ കരോട്ടിൻ. വിറ്റാമിൻ എ ശരീരത്തിലെത്തുന്നത് ഏത് രൂപത്തിലാണ്? ബീറ്റ കരോട്ടിൻ. തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ B1. തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B1. കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B1. കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B1. ഏത് വിറ്റാമിൻ കുറവ് കൊണ്ടാണ് ബെറിബറി രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ B1. ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ബെറിബറി രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ B1. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ വിറ്റാമിൻ B2. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ വിറ്റാമിൻ B2. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B2. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B2. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വായ്പുണ്ണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ B2. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വായ്പുണ്ണുണ്ടാകുന്നത്? വിറ്റാമിൻ B2. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3. മോണയെയും ത്വക്കിനെയും ബാധിക്കുന്ന പെല്ലഗ്ര രോഗം ഏത് വിറ്റാമിൻ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ B3. മോണയെയും ത്വക്കിനെയും ബാധിക്കുന്ന പെല്ലഗ്ര രോഗം ഏത് വിറ്റാമിൻ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ B3. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് പരസ്തേഷ്യ രോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ B5. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് പരസ്തേഷ്യ രോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ B5. ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ B6. ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ്? വിറ്റാമിൻ B6. മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B7. മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B7. ഗർഭിണികൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ B9. ഗർഭിണികൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ B9. അരുണരക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ B9. അരുണരക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ B9. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിളർച്ചയുണ്ടാകുന്നത്? വിറ്റാമിൻ B9.
ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിളർച്ച വരുന്നത്? വിറ്റാമിൻ B9. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗീകരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ C. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗീകരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ C. കോബാൾട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ B12. കോബാൾട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ B12. പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ B12. പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ B12. ഫ്രഷ് ഫ്രൂട്ട് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ C. ഫ്രഷ് ഫ്രൂട്ട് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ C. ആസിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ C. ആസിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ C. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ C. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ C. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ആദ്യ വിറ്റാമിൻ? വിറ്റാമിൻ C. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ആദ്യ വിറ്റാമിൻ? വിറ്റാമിൻ C. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ? വിറ്റാമിൻ C. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ? വിറ്റാമിൻ C. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ C. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ C. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ D. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ D. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗീകരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ D. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗീകരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ D. സ്റ്റിറോയിഡുകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ D. സ്റ്റിറോയിഡുകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ D. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിലും ഉണ്ടാകുന്ന രോഗം ഓസ്റ്റിയോമലാസിയ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഓസ്റ്റിയോമലാസിയ. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമായ വിറ്റാമിൻ? വിറ്റാമിൻ ഇ. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമായ വിറ്റാമിൻ? വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ, ഹോർമോൺ വിറ്റാമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്? വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ, ഹോർമോൺ വിറ്റാമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്? വിറ്റാമിൻ ഇ. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ ഇ. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ ഇ. ഏത് വിറ്റാമിൻ്റെ കുറവാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ ഇ. ഏത് വിറ്റാമിൻ്റെ കുറവാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ ഇ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ കെ. മോണയിലെ രക്തസ്രാവത്തിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ സി. മോണയിലെ രക്തസ്രാവത്തിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ സി. ജന്തുക്കളിൽ പ്രകൃതിയാലുള്ള വിറ്റാമിൻ? വിറ്റാമിൻ എ. ജന്തുക്കളിൽ പ്രകൃതിയാലുള്ള വൈറ്റമിൻ? വൈറ്റമിൻ എ. കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്നത്? വൈറ്റമിൻ B1. കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്നത്? വൈറ്റമിൻ B1. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏറ്റാൽ നശിക്കുന്ന പാലിലെ വൈറ്റമിൻ? റൈബോഫ്ലാവിൻ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏറ്റാൽ നശിക്കുന്ന പാലിലെ വൈറ്റമിൻ? റൈബോഫ്ലാവിൻ. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ? വൈറ്റമിൻ സി. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ? വൈറ്റമിൻ സി. പച്ചക്കറികളിൽ ഒന്നിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ? വൈറ്റമിൻ ഡി. പച്ചക്കറികളിൽ ഒന്നിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ? വൈറ്റമിൻ ഡി. ഹോർമോണായി പ്രവർത്തിക്കുന്ന ഏക വൈറ്റമിൻ? വൈറ്റമിൻ ഡി. ഹോർമോണായി പ്രവർത്തിക്കുന്ന ഏക വൈറ്റമിൻ? വൈറ്റമിൻ ഡി. ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ? വൈറ്റമിൻ ഇ. ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ? വൈറ്റമിൻ ഇ. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിനുകൾ? ബയോട്ടിൻ, പാൻറ്റോതെനിക് ആസിഡ്, വൈറ്റമിൻ കെ. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിനുകൾ? ബയോട്ടിൻ, പാൻറ്റോതെനിക് ആസിഡ്, വൈറ്റമിൻ കെ. നമുക്ക് ഒന്നുകൂടെ എല്ലാം റിവൈസ് ചെയ്യാം. മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. ഒന്നാമത്തെ വൈറ്റമിൻ? വൈറ്റമിൻ എ. പ്രവർത്തനം കാഴ്ചശക്തി, ചർമ്മം, രോഗപ്രതിരോധം, കോശവളർച്ച. വൈറ്റമിൻ എയുടെ പ്രവർത്തനം എന്തൊക്കെയാണ്?
കാഴ്ചശക്തി നൽകുക, ചർമ്മത്തെ സംരക്ഷിക്കുക, രോഗപ്രതിരോധം, പിന്നെ അതുപോലെ തന്നെ കോശവളർച്ച. ഇനി ഇവയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണെങ്കിലോ നെക്റ്റലോപ്പിയ അല്ലെങ്കിൽ നിശാന്തത, അതായത് രാത്രിയിൽ കാഴ്ച മങ്ങുന്ന അവസ്ഥയാണ്. സിറോഫ്താൽമിയ, കണ്ണിലെ സ്രവങ്ങൾ കുറയുന്ന അവസ്ഥ. ദെൻ കെരാറ്റോമാലൈസിയ, അതായത് കോർണിയയിലെ കേടുപാടുകൾ ഉണ്ടാവുക. പൂർണ്ണാന്ധത, കുട്ടിക്കാലത്തെ അന്ധതയുടെ പ്രധാന കാരണമാണ്. ഇതുണ്ടാകുന്നത് വൈറ്റമിൻ എ വഴിയാണ്. അപ്പം വൈറ്റമിൻ എയുടെ പ്രവർത്തനം എന്താണ്? കാഴ്ചശക്തി, ചർമ്മം, രോഗപ്രതിരോധം, കോശവളർച്ച. ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നെക്റ്റലോപ്പിയ അല്ലെങ്കിൽ നിശാന്തത, സിറോഫ്താൽമിയ, കെരാറ്റോമലൈസിയ, പൂർണ്ണ അന്ധത. രണ്ടാമത്തെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. വൈറ്റമിൻ ബി കോംപ്ലക്സിൽ കുറേ വൈറ്റമിൻസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ പ്രവർത്തനം എന്താണ്? ഊർജ്ജോൽപാദനം, ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം, DNA സമന്വയം, നാഡീവ്യൂഹം. അപ്പം വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ പ്രവർത്തനം ഊർജ്ജോൽപാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്, ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു, അതുപോലെ തന്നെ DNA സമന്വയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു, നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സിലെ ഒന്നാമത്തെ വൈറ്റമിൻ B1, അതിൻ്റെ രാസനാമം തയാമിൻ എന്നാണ്. വൈറ്റമിൻ B1 തയാമിൻ. അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ബെറിബറിയാണ്. അതായത് നാഡീവ്യൂഹം, ഹൃദയം, മസിലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബെറിബറി. വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. വിറ്റാമിൻ ബി കോംപ്ലക്സിലെ രണ്ടാമത്തെ വൈറ്റമിൻ B2 ആണ്. റൈബോഫ്ലാവിൻ ആണ്. കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ചർമ്മം, കണ്ണ്, വായ് എന്നിവയെ ബാധിക്കുന്നു. അപ്പം ചർമ്മരോഗവും കണ്ണ് രോഗവും വായു രോഗവും ഒക്കെ എന്താണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ്റെ കുറവ് മൂലമാണ്. വിറ്റാമിൻ B3 നിയാസിൻ എന്നാണ് പറയുന്നത് അതിൻ്റെ രാസനാമം. അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലാഗ്ര, അതായത് ചർമ്മം, ദഹനം, നാഡീവ്യൂഹത്തെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ് പെല്ലാഗ്ര. വൈറ്റമിൻ B3 അതായത് നിയാസിൻ്റെ കുറവ് മൂലമാണ് നമുക്ക് പെല്ലാഗ്ര എന്ന രോഗം ഉണ്ടാകുന്നത്. വിറ്റാമിൻ B6 പിരിഡോക്സിൻ. വിറ്റാമിൻ B6 പിരിഡോക്സിൻ എൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം രക്തസ്രാവം, നാഡീവ്യൂഹ വൈകല്യങ്ങൾ. അപ്പം നമുക്ക് രക്തസ്രാവവും നാഡീവ്യൂഹ വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് വിറ്റാമിൻ B6ൻ്റെ കുറവ് മൂലമാണ്. വിറ്റാമിൻ B7 ബയോട്ടിൻ. വിറ്റാമിൻ B7 ബയോട്ടിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം മുടി, നഖം പൊട്ടുന്നു, ചർമ്മത്തെ എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. അപ്പം മുടി, നഖമൊക്കെ പൊട്ടുന്നതും ചർമ്മത്തെ ബാധിക്കുന്നതൊക്കെ വിറ്റാമിൻ B7 ബയോട്ടിൻ്റെ കുറവ് മൂലമാണ്. വിറ്റാമിൻ B9 ഫോലേറ്റ്. വിറ്റാമിൻ B9 ഫോലേറ്റ് കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയ, വളർച്ച മുരടിപ്പ്, ക്ഷീണം. അനീമിയ, വളർച്ച മുരടിപ്പ്, ക്ഷീണമാണ് വിറ്റാമിൻ B9 ഫോലേറ്റിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. വിറ്റാമിൻ B12 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയ, നാഡീവ്യൂഹ വൈകല്യങ്ങൾ. അപ്പോൾ അനീമിയ, നാഡീവ്യൂഹ വൈകല്യങ്ങളാണ് വിറ്റാമിൻ B12ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. അപ്പം വിറ്റാമിൻ ബി കോംപ്ലക്സിലെ എല്ലാ വിറ്റാമിൻസിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വിറ്റാമിൻ C ആണ്. ഇതിൻ്റെ പ്രവർത്തനം കോശം, എല്ലുകൾ, ധമനികൾ, പ്രതിരോധശേഷി, മുറിവുകൾ, ഉണക്കൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു. അപ്പം കോശത്തെ സംരക്ഷിക്കുക, എല്ലുകളെ സംരക്ഷിക്കുക, ധമനികളുടെ പ്രവർത്തനം, പ്രതിരോധശേഷി, മുറിവുകൾ, ഉണക്കൽ, ഇതാണ് വിറ്റാമിൻ C പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. ഇതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണെങ്കിലോ സ്കർവി, അതായത് ദന്തങ്ങൾ, ചർമ്മം, എല്ലുകളെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. എന്താണ് സ്കർവി? ദന്തങ്ങൾ, അതായത് നമ്മളെ പല്ലുകൾ, പിന്നെ ചർമ്മം, എല്ലുകൾ, ഇതൊക്കെ ബാധിക്കുന്ന രോഗമാണ് സ്കർവി. മോണയിൽ രക്തസ്രാവം ഉണ്ടാകുക, വായിലെ അൾസർ, ചുണ്ടിൻ്റെ കോണുകളിൽ വിള്ളൽ, ഇതൊക്കെ എന്താണ്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. മുറിവുകൾക്ക് ഉണങ്ങാൻ കാലതാമസം എടുക്കുക. മുറിവുകൾക്ക് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നതും വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടാണ്. നാലാമത്തെ വിറ്റാമിൻ D ആണ്. ഇതിൻ്റെ പ്രവർത്തനം എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ച, ശക്തി, കാൽസ്യം ആഗീകരണം. അപ്പം ഇതിൻ്റെ പ്രവർത്തനം എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ച, ശക്തി, കാൽസ്യം ആഗീകരണം, ഇതാണ് വിറ്റാമിൻ D ചെയ്യുന്നത്. ഇതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണെങ്കിലോ റിക്കറ്റ്സ് ആണ് കുട്ടികളിൽ ഉണ്ടാകുന്നത്. അതായത് എല്ലുകളെ മൃദുവാക്കുന്ന ഒരു രോഗം. മുതിർന്നവരിലുണ്ടാകുന്ന രോഗമാണെങ്കിലോ ഓസ്റ്റിയോമലേഷ്യ, അതായത് എല്ലുകൾ മൃദുവാക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ മുതിർന്നവരിൽ പറയുന്ന പേര് ഓസ്റ്റിയോമലേഷ്യ എന്നും കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സ് എന്നും പറയാറുണ്ട്. അപ്പം വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് ഈ രണ്ട് രോഗങ്ങൾ റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും ഉണ്ടാകുന്നത്.
അടുത്ത വിറ്റാമിൻ ഇ ആണ്. ഇതിൻ്റെ പ്രവർത്തനം ആൻറ്റി ഓക്സിഡൻറ്റ്, പ്രതിരോധശേഷി, ധമനികളുടെ രക്തം കട്ട പിടിക്കുന്നത് തടയൽ. അപ്പം ആൻറ്റി ഓക്സിഡൻറ്റും പ്രതിരോധശേഷിയെ സഹായിക്കുന്നതും ധമനികളെ രക്തം കട്ട പിടിക്കുന്നതൊക്കെ തടയുന്നതാരാണ്? വിറ്റാമിൻ ഇ ആണ്. ഇതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നാഡീവ്യൂഹ വൈകല്യങ്ങൾ, അതായത് കൈകാലുകളിലെ സംവേദനക്ഷമതയുടെ നഷ്ടം, പേശികളുടെ ദുർബലത, ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? വിറ്റാമിൻ ഇയുടെ കുറവ് മൂലമാണ്. ദെൻ ചലന നിയന്ത്രണത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും വിറ്റാമിൻ ഇയുടെ കുറവ് മൂലമാണ്. അടുത്ത വിറ്റാമിൻ കെ ആണ്. ഇതിൻ്റെ പ്രവർത്തനം രക്തം കട്ട പിടിക്കൽ. പ്രത്യേകം ഓർക്കുക, ഇത് പലപ്പോഴും എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. വിറ്റാമിൻ കെയുടെ പ്രവർത്തനം എന്താണ്? രക്തം കട്ട പിടിക്കൽ. നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? രക്തം കട്ട പിടിക്കാനുള്ള കാലതാമസവും രക്തസ്രാവം. അപ്പം രക്തം കട്ട പിടിച്ച് നമുക്ക് ശരീരത്തിലൊരു മുറിവുണ്ടായി, ആ മുറിവിൽ നിന്നും രക്തം പാഞ്ഞൊഴുകുകയാണെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ കെയുടെ കുറവുണ്ടെങ്കിൽ ഈ രക്തം കട്ട പിടിക്കാൻ വേണ്ടി ഒരുപാട് കാലതാമസമുണ്ട്. അപ്പം രക്തം വാർന്നു പോയി എന്ത് ചെയ്യും? നമുക്ക് ക്ഷീണം, തലകറക്കം, അതുപോലെ തന്നെ പിന്നെ അവസാനം ജീവൻ വരെ നഷ്ടപ്പെടാൻ വേണ്ടി സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിറ്റാമിനാണിത്. വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന വിറ്റാമിൻ. ഇനി നമ്മൾ ജീവകവും അവയുടെ രാസനാമങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫിറോൾ, വൈറ്റമിൻ കെ ഫില്ലോക്കിനോൺ, വൈറ്റമിൻ കെ ഫില്ലോക്കിനോൺ. ഒന്നുകൂടെ പറയാം. വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫിറോൾ, വൈറ്റമിൻ കെ ഫില്ലോക്കിനോൺ. ഇനി വൈറ്റമിൻ ബി കോംപ്ലക്സിലെ വൈറ്റമിൻസ് ആണ് നമ്മൾ പറയുന്നത്. വൈറ്റമിൻ B1 തയാമിൻ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B3 നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ, വൈറ്റമിൻ B5 പാൻറ്റോത്തനിക് ആസിഡ്, വൈറ്റമിൻ B6 പിരിഡോക്സിൻ, വൈറ്റമിൻ B7 ബയോട്ടിൻ, വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 സയനോകൊബാലുമിൻ, അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. വൈറ്റമിൻ B1 തയാമിൻ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B3 നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ, വൈറ്റമിൻ B5 പാൻറ്റോത്തനിക് ആസിഡ്, വൈറ്റമിൻ B6 പിരിഡോക്സിൻ, വൈറ്റമിൻ B7 ബയോട്ടിൻ, വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 സയനോകൊബാലുമിൻ. ഇനി നമുക്ക് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളെ നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ജീവകം എ നിശാന്തത, ജീവകം B1 ബെറിബെറി, ജീവകം B3 പെല്ലഗ്ര, ജീവകം B9 വിളർച്ച, ജീവകം B12 പെർനീഷ്യസ് അനീമിയ, ജീവകം സി സ്കർവി, ജീവകം ഡി കണ, ജീവകം ഇ വന്ധ്യത, ജീവകം കെ രക്തസ്രാവം. ഒന്നുകൂടെ പറയാം. വൈറ്റമിൻ എ നിശാന്തത, വൈറ്റമിൻ B1 ബെറിബെറി, വൈറ്റമിൻ B3 പെല്ലഗ്ര, വൈറ്റമിൻ B9 വിളർച്ച, വൈറ്റമിൻ B12 പെർനീഷ്യസ് അനീമിയ, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി കണ, വൈറ്റമിൻ ഇ വന്ധ്യത, വൈറ്റമിൻ കെ രക്തസ്രാവം. ഇത് എല്ലാവരും മസ്റ്റായിട്ട് പഠിച്ചിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള രോഗങ്ങളാണിതെല്ലാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു സെക്ഷൻ ഈ ഒരു വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 2 വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക.
അതുപോലെ തന്നെ എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് ഇടുക. നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇതിനേക്കാളും ഉപരി നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല നല്ല ജോലികളിൽ എത്തിച്ചേരുക. നല്ല നല്ല ജോലികൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റേതായിട്ടുള്ളൊരു ടെലഗ്രാം ചാനലുണ്ട് റാങ്ക് ഫയലിൻ്റെ. അപ്പോൾ ഈ റാങ്ക് ഫയലിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് നോക്കുക. അതിൻ്റെ അകത്ത് PDF നോട്ടുകളെല്ലാം ഞാൻ ഇവിടെ ഇടുന്ന വീഡിയോസ് ഇടുന്ന എല്ലാ അതിൻ്റെയും PDF നോട്ട് അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് അതുകൂടെ പ്രയോജനപ്പെടുത്തി പഠിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയ്യിലൊരു നോട്ടുള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പം എല്ലാവരും അവിടെ പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും അതും കൂടെ നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.